മൊബൈൽ ക്ലിനിക്കിലൂടെ സൗജന്യ ചികിത്സ, സൗജന്യ മരുന്നുകൾ, കൗൺസിലിംഗ്, പാലിയേറ്റീവ് കെയർ തുടങ്ങിയ സേവനങ്ങൾ ഗുണഭോക്താവിൻ്റെ അടുത്തെത്തിക്കുവാൻ കഴിയുന്നു എന്നതാണ് പ്രസ്തുത പദ്ധതിയുടെ സവിശേഷത. വയോജനങ്ങളെ ഏറെ അലട്ടുന്ന ജീവിതശൈലി രോഗനിയന്ത്രണം, മരുന്നുകൾ ഒന്നും മിണ്ടാതിരുന്നേ മിനിസ്റ്റർ ഹെഡ്സെറ്റ് വെച്ചോ, പ്രധാനപ്പെട്ട കാര്യങ്ങൾ പറയുമ്പോൾ കേൾക്കത്. ആൻസർ ചെയ്തോ, ടേബിൾ ചെയ്തോ, ഉത്തരം പറയിപ്പിക്കാം. ശ്രീമതി കെ ശാന്തകുമാരി. കഴിഞ്ഞ തുടർച്ചയായി ഇവിടെ ചോദ്യം ചോദിച്ചാൽ മതി. ബാക്കി മിനിസ്റ്റേഴ്സ് ഒക്കെ പറഞ്ഞു, അങ്ങ് ചോദ്യം ചോദിച്ചാൽ മതി. കേരളത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വിഭാഗത്തിന്റെ പ്രശ്നമാണ് ഞങ്ങൾ ചോദ്യമായി ഉന്നയിക്കുന്നത്. സർ, ഈ പ്രതിപക്ഷം ഇത്തരത്തിൽ ഇത് തടസ്സപ്പെടുത്തുന്നത് സൂചിപ്പിക്കുകയാണ്. സർ, കേരളത്തിലെ 18% വരുന്ന വയോജനങ്ങളെ ചേർത്ത് പിടിച്ച് ഒരു വയോസൗഹൃദ കേരളം സൃഷ്ടിക്കപ്പെട്ട ഗവൺമെന്റാണ് കേരളത്തിലെ ഇടതുപക്ഷ ഗവൺമെന്റ്. ഇന്ത്യയിൽ ആദ്യമായി കേരളത്തിലാണ് ഒരു വയോജന കമ്മീഷൻ അടക്കം രൂപീകരിക്കപ്പെട്ട് ഗവൺമെന്റ് ഞാൻ അഭിനന്ദിക്കുകയാണ്. സർ, വയോമിത്രം പദ്ധതിയുടെ ഭാഗമായി ചോദ്യതാണ്, വയോമിത്രം പരിപാടിയുടെ ഭാഗമായി ഇത് എത്ര ഗുണഭോക്താക്കളിൽ എത്ര രൂപയാണ് നാളിതുവരെ സംസ്ഥാന ഗവൺമെന്റ് ചെലവഴിച്ചെന്ന് വ്യക്തമാക്കാമോ? ഈ സർക്കാർ അധികാരത്തിൽ വന്നതിന് ശേഷം വയോമിത്രം പദ്ധതി എല്ലാ കോർപ്പറേഷൻ, മുനിസിപ്പൽ പ്രദേശങ്ങളിലും ബ്ലോക്ക് പഞ്ചായത്തുകളിലും വ്യാപിപ്പിച്ചിട്ടുണ്ട്. വയോജനങ്ങൾക്ക് വാതിൽപ്പടി സേവനവും മെഡിക്കൽ അസിസ്റ്റൻസും ഡോക്ടർമാരുടെയും പാരാമെഡിക്കൽ സ്റ്റാഫിൻ്റെയും സേവനവും മരുന്നുകളും ലഭ്യമാക്കുന്നു എന്ന് മാത്രമല്ല, വയോജന ക്ലബ്ബുകൾ, ചിലയിടങ്ങളിൽ വയോജന പാർക്കുകൾ തുടങ്ങിയ സേവനങ്ങളും അവർക്ക് നൽകി വരുന്നുണ്ട്. മാനസിക ഉല്ലാസത്തിനു വേണ്ടിയിട്ടുള്ള പദ്ധതികൾ നടപ്പാക്കുന്നുണ്ട്. എത്ര ഗുണഭോക്താക്കൾ എന്നുള്ളതിനെ സംബന്ധിച്ച് കൃത്യമായ കണക്ക് ഇപ്പോൾ എൻ്റെ കൈവശമില്ല. വിവിധ മുനിസിപ്പാലിറ്റികളിൽ പല അളവിലാണ് വയോമിത്രത്തിൻ്റെ ഗുണഭോക്താക്കൾ അംഗങ്ങളായിട്ട് ചേർന്നുകൊണ്ടിരിക്കുന്നത്. അമൽ തേനമ്പറമ്പിൽ ചേരുന്നുണ്ട് വിശദ വിവരങ്ങൾ പങ്കുവയ്ക്കാനായി. അമൽ, സഭ എങ്ങനെ പുരോഗമിക്കുന്നു? എന്താണ് അവസ്ഥ? ഇന്ന് പ്ലക്കാർഡുകളൊക്കെ ഉയർത്തി തുടങ്ങിയല്ലോ. സഭയിൽ ഇന്നലെ കണ്ടതിന് സമാനമായി തന്നെയുള്ള പ്രതിപക്ഷ ഭരണപക്ഷ വാക്പോര് നടക്കുകയാണ്. ഇന്നിപ്പോൾ സഭാ നടപടികൾ ഇത്തരത്തിൽ മുന്നോട്ട് പോവുകയാണ് എങ്കിൽ അധികം നീളാനുള്ള സാധ്യത കാണുന്നില്ല. സ്പീക്കറുടെ ഡയസിന് മുന്നിലേക്ക് പ്രതിപക്ഷാംഗങ്ങൾ എത്തിയിട്ടുണ്ട്. സ്വർണം കെട്ടവൻ ആരപ്പ, സഖാക്കളാണ് അയ്യപ്പ എന്നെഴുതിയ ബാനർ സ്പീക്കറുടെ മുഖം മറച്ച് ഉയർത്തിയിട്ടുണ്ട്. അതോടൊപ്പം തന്നെ പ്ലക്കാർഡുകളും പ്രതിപക്ഷാംഗങ്ങളുടെ കൈവശമുണ്ട്. ഈ പറയുന്ന ഉണ്ണികൃഷ്ണൻ പോറ്റിയും ഒത്ത് ഈ കടകംപള്ളി അടക്കം മുഖ്യമന്ത്രി അടക്കമുള്ളവരുടെ ചിത്രങ്ങൾ ഉയർത്തിയാണ് പ്രതിപക്ഷത്തിന്റെ പ്രതിഷേധം. ഇതിന് സമാനമായി തന്നെ സോണിയാഗാന്ധിയും അടൂർ പ്രകാശും ഉണ്ണികൃഷ്ണൻ പോറ്റിക്കും ഒപ്പം നിൽക്കുന്ന ചിത്രം ഉയർത്തിക്കാട്ടി ഭരണപക്ഷ ബെഞ്ചിനും സമാനമായി തന്നെയുള്ള പ്രതിരോധവും ഇക്കാര്യത്തിൽ ഉണ്ടാകുന്നുണ്ട്. ഇന്ന് കേന്ദ്ര സർക്കാരിന്റെ കേരളത്തോടുള്ള അവഗണനയ്ക്കെതിരെ ഒരു പ്രമേയം മുഖ്യമന്ത്രി അവതരിപ്പിക്കും എന്ന് വ്യക്തമാക്കിയിരുന്നു. ആ പ്രമേയം അവതരിപ്പിക്കാനിരിക്കെയാണ് ഇത്തരത്തിൽ പ്രതിപക്ഷത്തിന്റെ ശക്തമായ പ്രതിഷേധം ഉണ്ടാകുന്നത്. പ്രതിപക്ഷ നേതാവിനെതിരെ അതിരൂക്ഷമായ വിമർശനമാണ് മന്ത്രിമാരുടെ ഭാഗത്തു നിന്നും വി ശിവൻകുട്ടി, അതോടൊപ്പം തന്നെ പി രാജീവ് അടക്കമുള്ള എം പി രാജേഷ് അടക്കമുള്ള മന്ത്രിമാരുടെ ഭാഗത്തു നിന്നും ഉണ്ടാകുന്നത്. പ്രതിപക്ഷ നേതാവിന് സമനില തെറ്റിയ തരത്തിലാണ് കാര്യങ്ങൾ എന്നുള്ളതാണ് പി രാജീവിന്റെ ഏറ്റവും രൂക്ഷമായ വിമർശനം. അത്തരത്തിൽ മന്ത്രിമാരെല്ലാം പ്രതിപക്ഷ നേതാവിനെ കടന്നാക്രമിക്കുന്നു. ശക്തമായ പ്രതിഷേധം ഇപ്പോഴും തുടരുകയാണ്. ഇങ്ങനെ മുന്നോട്ട് പോവുകയാണെങ്കിൽ എത്ര സമയം സഭാ നടപടികൾ മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയും എന്ന കാര്യത്തിൽ സംശയമുണ്ട്. പ്രമേയാവതരണം നടക്കുമോ എന്ന കാര്യത്തിൽ ഇപ്പോൾ സംശയം നിലനിൽക്കുകയാണ്.